നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. സിമ്പിൾ മേക്കപ്പ്. അതായത് നമുക്ക് സാധാരണക്കാർക്കും നമുക്ക് ഇപ്പോൾ പാർലറിൽ വരാതെ തന്നെ ഇപ്പോൾ ചിലർക്ക് പൈസയുടെ ഇതുകൊണ്ടും അല്ലാതെ ചിലരെ പറയും അയ്യോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഭയങ്കരമായിട്ട് ഇറച്ചി നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു മേക്കപ്പ് ആയിട്ടോ ഒന്നും അല്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് എവിടെയാണോ നമ്മുടെ സ്കിന്നിന് പ്രശ്നമുള്ളത്, അതായത് ഇപ്പോൾ കണ്ണിൽ കറുപ്പ്, പിഗ്മെന്റേഷൻ ഇങ്ങനെയൊക്കെ നമുക്ക് വരുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ മാറ്റിയിട്ട് ജസ്റ്റ് അത് മാത്രം ഒന്ന് ഡിം ചെയ്ത് നിർത്തിക്കൊണ്ട് ബാക്കി നമ്മൾ മേക്കപ്പ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മൈക്ക് ഓൺ ആക്കിയിട്ട് ഞാൻ സംസാരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. അപ്പോഴും ഏകദേശം സംസാരിച്ച് വന്നപ്പോഴാണ് അല്ല മൈക്ക് ഓൺ അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിൽ, അതായത് താഴത്തെ ഭാഗത്തും മുകളിലും ഞാൻ ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് മായ്ക്കാൻ നോക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ കൺസീലർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കൺസീലർ നമുക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള കൺസീലർ കൊടുക്കാന്നല്ല, നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു കൺസീലർ വാങ്ങി. ഇപ്പൊ ഞാനൊരു നമ്പർ പറഞ്ഞു തന്നാൽ അതാവണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ്. അപ്പോൾ അത് ഷോപ്പിൽ പോയി തന്നെ നിങ്ങളുടെ ഷെയ്ഡ് കണ്ടുപിടിച്ച് നിങ്ങൾ അത് ഇതാക്കി എടുക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഇതായിട്ട് നിങ്ങൾ എടുക്കണം. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് നമ്മുടെ ആ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ആ ഒരു ഇഷ്ടമുള്ളതല്ല, നമുക്ക് ഏതാണോ നമുക്ക് സൂട്ടായിട്ടുള്ളത് അതിനെ നമുക്ക് വാങ്ങിക്കാം നമ്മുടെ സ്കിന്നിനനുസരിച്ച്. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ പ്രോഡക്റ്റ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് സെറ്റ് ആവണമെന്നില്ല. അപ്പൊ നന്നായിട്ട് കൺസീൽ ചെയ്ത് നല്ലപോലെ ഡാർക്ക് സർക്കിള് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എടുത്തിട്ട് അത് നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് നല്ലപോലെ നമുക്ക് ഇതാക്കി നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നമുക്കിപ്പം ഒരു സ്പോഞ്ചോ എന്തെങ്കിലും മറ്റേ ബ്രഷോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് അതേപോലെ കണ്ണിന്റെ മുകൾ ഭാഗം നമുക്ക് ഡാർക്ക് സർക്കിൾ വരുന്നതാണ്. അപ്പൊ കണ്ണിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് അതേപോലെ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് മാറ്റാം. കൂടുതലും ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്നത് എന്താണ്, കണ്ണിലാണ് കറുപ്പ് വരുന്നത്. അപ്പൊ അത് മാറാനാണ്. എന്നിട്ട് നമുക്ക് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കും. ഇതിപ്പോ ഞാൻ കണ്ണിന്റെ മാത്രമാണ് കാണിച്ചത്, പിന്നെ ഫേസോട് ഞാൻ ഇട്ടതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇപ്പം ഐഷാഡോ വേണമെങ്കിൽ ഐഷാഡോ എടുത്ത് ഉപയോഗിക്കാം. ഇല്ല നമുക്ക് ഇപ്പൊ അല്ലാതെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഐഷാഡോ വേണ്ട, നമുക്ക് സാധാരണ ഇത് മതി. ഇതിലൊന്ന് ബ്ലെൻഡ് കൊടുത്തതിന് ശേഷം ഈ ഒരു കഴുത്തിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഐഷാഡോ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഐഷാഡോ യൂസ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ മോയ്സ്ചറൈസർ ഒക്കെ കൊടുക്കാം. പിന്നെ ഓയിലി സ്കിന്നാണ് മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചും കൂടെ ഓയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ ഐലൈനർ നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വൈഡ് ആക്കിയോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടോ തിക്നെസ് കുറച്ചോ ഒക്കെ നമുക്ക് ഐലൈനർ നമുക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബ്രാൻഡ്, ഞാൻ ഇന്നതിനെ വാങ്ങിക്കാനൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഏത് പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കേണ്ടതാണ്. കാരണം എന്റെ ചോദിക്കുന്നവരുടെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച്, കാരണം ഞാനൊരു നമ്പർ പറയും, അപ്പൊ അവിടെ ചെല്ലുമ്പോ അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങിക്കാൻ പറയും. കാരണം അവിടെ ചെന്ന് ചിലപ്പോ ഞാനിപ്പോ ഒരു മേബിലിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഞാനൊരു പ്രോഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് അത് കാണണമെന്നില്ലത് ആ ഷോപ്പിൽ, അവര് പോണ ഷോപ്പിൽ. അപ്പൊ ഏതാണോ നമുക്ക് ഇഷ്ടം അത് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് നല്ലത്.
പറഞ്ഞല്ലോ നമുക്ക് ഐഷാഡോ ഒക്കെ ഐ ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇന്നത് തന്നെ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ന്യൂഡ് മതിയെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിപ്പോ അല്ലാതെ നമുക്ക് കുറച്ച് ഈറ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ നമുക്ക് അത് ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. ഇല്ല നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇപ്പൊ ഐഷാഡോ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കൊരു ഫൗണ്ടേഷൻ ഇതിന്റെ പുറത്ത് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തോ ഐബ്രോ ടച്ച് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ആക്സിന്റെ റെക്കഗ്നേഷൻ മൂക്കിന് ചെറിയ പൊട്ടലുള്ളത് കൊണ്ട് ഞാൻ ഐബ്രോസ് എടുക്കാറില്ല. ഇപ്പൊ വല്ലപ്പോഴും കൂടി എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടാണ് എടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ഞാൻ എടുക്കും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് കുറച്ച് അതേപോലെ തന്നെ നമുക്ക് ലിപ്സ്റ്റിക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ലിപ്സ്റ്റിക് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോ എനിക്ക് ചുണ്ടിൽ സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ അങ്ങനത്തെ മോഡലിനെ കണ്ടിട്ട് ഇഷ്ടമാണോ പറയില്ല എന്നാണ് എല്ലാരും പറയുന്നത്. പിന്നെ ഞാൻ പറയും നമ്മൾ നടക്കുന്നതിലല്ലോ വർക്കിലല്ലേ കാര്യമൊന്നും ഞാൻ പറയാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാ നമുക്ക് നോക്കാം. ഞാൻ സ്ക്രീനിൽ നോക്കുന്നതാണ് എന്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നത്, ക്യാമറയിലോട്ടല്ല നോക്കുന്നത്. കാരണം ക്യാമറ നോക്കിയാൽ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പം ലൈൻ കൊടുത്ത് നമുക്ക് വരയ്ക്കാം. അത്യാവശ്യം വലിയ ചുണ്ടാണ് എന്നത്. അപ്പോ നമുക്ക് കണ്ടില്ലേ, നമുക്കിപ്പോ ഒരു തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടാൽ ബോറില്ലാത്ത രീതിയിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാൻ അതുപോലെ താഴെ കണ്ണിന് താഴെ ഞാൻ എഴുതിയിട്ടില്ല. എഴുതാത്തതിന്റെ കാരണം എഴുതാം ഇവിടെ ആകെ കൂടി വലിയ താല്പര്യമില്ലാത്തത് കണ്ണ് എഴുതണതും പിന്നെ അതേപോലെ തന്നെ എന്താണ് ലിപ്സ്റ്റിക് ഇടുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ എനിക്ക് ആക്ടിന് പറ്റിയതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. കാരണം ചുണ്ടിന് സ്റ്റിച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇട്ടേ പറ്റുള്ളൂ. എല്ലാ സ്റ്റിച്ചാണ്. അപ്പൊ അത് ഞാനെപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് വീട്ടില് നമുക്കിപ്പോ പെട്ടെന്നൊന്ന് ഇറങ്ങി പോണം, നമുക്ക് ഒരു കല്യാണത്തിനോ ഒരു എൻഗേജ്മെന്റിനോ അല്ലെങ്കിൽ നമ്മളെന്താ ഒരു കടയിൽ പോകണമെങ്കിൽ പോലും നമുക്കിപ്പോ കണ്ണിന്റെ അടുത്ത് ഡാർക്ക്നെസ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു പാർലറിൽ പോകാൻ നമുക്ക് ടൈമില്ല എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്കൊരു ചെറിയൊരു ഫൗണ്ടേഷൻ കൊടുക്കാം. ഇപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മള് വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല ഇതൊന്നും. നമുക്ക് ഇപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പോകണമെങ്കിൽ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാരി വലിച്ച്
ഇടരുത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതുണ്ടല്ലോ, ഏതെങ്കിലും കിട്ടി വാങ്ങിച്ചിടരുത് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് നമ്മളിപ്പം വാങ്ങിക്കാം ഒരു ഫൗണ്ടേഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ കളർ ആവില്ല. അപ്പൊ ഞാൻ ചിലത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് അറിയാൻ സാധിക്കും അവരിടുന്നത്. അപ്പൊ അത് ഭയങ്കര ബോറാണ് കേട്ടോ. ബോറ് എനിക്ക് അപ്പുറത്തെ കണ്ണടിയിൽ കൂടെ നോക്കിയാണ്, ക്യാമറയിൽ മാത്രമല്ല കണ്ണടിയിൽ കൂടെ നോക്കിയാണ്. എന്നിട്ട് ഞാന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്നിട്ട് പൊട്ട് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ ഞാനിപ്പോ കുളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്കിവിടെ സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ അതുകൊണ്ട് ഹെയർ സ്മൂത്തിങ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, റിലാക്സിങ് അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. കാരണം ഈ സ്റ്റിച്ച് നമുക്ക് നല്ല പോലെ അറിയാൻ ചാൻസ് അത്യാവശ്യം നരയുണ്ട് കേട്ടോ. അതിപ്പോ ഞാൻ ഹെന്നയാണ് ചെയ്യണത്. ഓണം അതടുപ്പിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. സമയം കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മളിപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ കുളിച്ചതുകൊണ്ട് അത്യാവശ്യം കൂടി ഒന്ന് വെറ്റായിട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പഠിക്കട്ടെ. അപ്പൊ നാളെ നമുക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും ഇടാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നേരത്തെ ഒന്ന് ഷെയർ ചെയ്ത് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. അപ്പൊ പിന്നെയും എല്ലാം പറഞ്ഞു ചെയ്യുന്ന ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ ഓർത്തത്, വാട്ടർ പ്രൂഫ് ആണോ ഇല്ലേ എന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റത്തെ 2 ഫോട്ടോ ഞാൻ വെള്ളം വെച്ച് കഴുകിയതിന് ശേഷം എടുത്ത ഫോട്ടോ ഉണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫാണ് എൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ. അപ്പോൾ അതാണ് ആ വെള്ളം മേക്കപ്പിൻ്റെ മീതെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം. ടാറ്റ ബൈ ബൈ, സീ യു. അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു.